അനന്തർ ന്യൂ സീസൺ ഓഫ് ലെറ്റ്സ് പ്ലേ സീരീസ്. ഒക്കെ അപ്പൊ നമ്മൾ വീണ്ടും 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 മറ്റൊരു എപ്പിസോഡുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് സീരീസ് ആയിട്ടാണ് എന്ന് പറയാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിന്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് നേരെ നമ്മളുടെ വീഡിയോ നോക്കാം. അതിന് മുന്നേ നമുക്ക് ആദ്യം മരങ്ങൾ വെട്ടി ടൂൾസ് ഉണ്ടാക്കണം, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. അതിൻ്റെ ഇതുണ്ടെന്ന് കുറേ പണിയുണ്ടല്ലേ. ശരിയാ. ഈ കൊല്ലം അതാണോ ഷുഗർ കുറയാനാ ഓക്കെ. അങ്ങനെ നമ്മളത് ഇപ്പൊ മരം വെട്ടിയെടുത്തിട്ടുണ്ടെന്ന് പറയേണ്ടതല്ല. കുറച്ചു നേരം ഒന്ന് നമുക്ക് മിണ്ടാണ്ടിരുന്നു മരം വെട്ടാൻ കാര്യം. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കട്ട് ചെയ്ത് കാണിക്കണ്ടേനി. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് നിൽക്കുക. ഈ വീഡിയോയിൽ എന്തായാലും കട്ടിങ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ മരം വെട്ടി സെറ്റായിട്ട് ബാക്കി കാര്യത്തിലിട്ട് കിടക്കുന്നതായിരിക്കും. അതിന് മുന്നേ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഡിസ്കോഡിന്റെ ഒരു എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. ഡിസ്കോഡ് എന്നാന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഡിസ്കോഡില് കുറച്ച് വീഡിയോസ് ഒക്കെ ഇടും. അതിന്റെ എടുത്ത് പോയെന്ന് എല്ലാ നോട്ടിഫിക്കേഷൻ സൗണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് മരങ്ങൾ വെട്ടിയെടുക്കാം. 20 മരം ആയെന്ന് തോന്നുന്നു. എന്റെ 21 കിട്ടി. ചെറിയ ലാഗണ്ടേ, അഡ്ജസ്റ്റ് ചെയ്യാൻ. ഓക്കെ, നമ്മൾ മരമൊക്കെ വെട്ടി സെറ്റ് ആക്കിയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, നമ്മളൊരു വീട് നേരത്തെ പണിത്. ഇതിപ്പോ ഞാൻ കട്ട് ചെയ്താണ് എടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് വീഡിയോ കട്ട് ചെയ്താണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. ഞാനിപ്പോ ബെഡ് വെച്ച് കിടക്കാം. മാറ്റിയിട്ട് ഏത് സംശയത്തിന്റെ തൊലക്കാനാണ് പറയാ. വെച്ചാല് പുറത്തുനിന്ന് മോൺസ്റ്റേഴ്സ് ഉണ്ട്, കാണാൻ പറ്റില്ലല്ലേ. ഇത് വല്ലാത്ത പുലി പോലായിരുന്നു. ആ പെട്ട് പൊട്ടിപ്പോയി. ഇനി ഒരൊറ്റ രാത്രി കൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കാൻ വെച്ചിട്ടൊന്ന് സുഖമായിട്ട് കിടക്കാൻ പറ്റും. There are no monsters. അപ്പോ തുറന്നായിട്ടിന്റെ പണിയുണ്ട്. താഴോട്ട് പോയാൽ നമുക്ക് താഴോട്ട് പോയിട്ട് ബെഡ് സെറ്റ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാലേ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് സെറ്റായി വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടി നമുക്കൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മുടെ ലോക്കോ അല്ലെ, സോറി, കിക്കില് നമ്മൾ ലൈവായിരുന്നു. കുറച്ച് ദിവസമായിട്ട് കാണാത്തത് അതാണ്. കിക്കില് ലൈവാ. ഓക്കെ, അപ്പൊ അനദർ കൺട്രി ആണ്. നിങ്ങൾക്ക് VPN ഉപയോഗിച്ചേ കയറാൻ പറ്റുള്ളൂ, അത് കാണാൻ പറ്റുള്ളൂ. അപ്പോ എന്നല്ല,
VPN ഉപയോഗിക്കണ്ട, അല്ലാണ്ട് വേണേലും കാണാം. അനദർ കൺട്രി ആയതുകൊണ്ട് അവിടുത്തെ മലയാളീസിനെ കാണാൻ കഴിയുള്ളൂ. സോ ഇവിടുത്തെ പുറത്തത്തെ മലയാളീസിനെ എനിക്ക് കാണാൻ കഴിയുള്ളൂ കിക്കില് ലൈവ്. സോ നമ്മളിപ്പോ എന്താ പറയാന്ന് വെച്ചാല് ആൾറെഡി നമ്മൾ ഈ ഇത്രയും സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ തന്നെ ഞാനൊരു വീട് പണിത്. അത് ഞാനിവിടെ കാണിച്ചില്ല. എന്താന്ന് വെച്ചാല് എടുക്കാൻ പറ്റിയ ഷോട്ടൊന്നല്ലായിരുന്നു. വല്ലവന്റെ ഒക്കെ അടിയും കൊണ്ട് ചാവേണ്ടി വരുന്ന അവസ്ഥ. സോ പത്താം കാലത്തൊക്കെ കിക്കില് ഞാൻ വേറെ വേറെ ഗെയിംസ് ഒക്കെയാണ്. അതുകൊണ്ട് വേറെ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഗ്രാനി അങ്ങനെയുള്ളതൊക്കെ വരുള്ളൂ. അപ്പോ അതില് ചിലര് ചോദിക്കുന്നു, ബ്രോ യൂട്യൂബിൽ എന്താ ഗ്രാനിയുടെ ഒരു സിംഗിൾ പ്ലെയർ വീഡിയോ? ഞാൻ എനിക്ക് ഗ്രാനി കളിക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം എനിക്ക് വേറൊരു കാര്യമുണ്ട്. എനിക്ക് പറയാൻ കഴിയുന്നതിൽ വെച്ച് നമ്മളിപ്പോ ഗ്രാനി കളിക്കണമെന്നുണ്ട്. അത് കളിക്കാണ്ടിരിക്കാനും പറ്റത്തില്ല. ഒരു കണ്ടന്റ് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് വലിയ ചാലഞ്ച് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ എൻ്റെ അനിയനെ വെച്ച് ഞാനൊന്ന് അവനെ ചലഞ്ച് ചെയ്ത് നോക്കാം എന്തോന്നു. അപ്പം ഗ്രാനിയിൽ അവൻ എന്താ പറയാ, ഗ്രാനിയിൽ അവൻ ജയിക്കുവാണെങ്കിൽ അവന് ഞാൻ ഫുൾ ഹാഫ് മന്ത് മേടിച്ചു കൊടുക്കും. ഫുൾ അല്ലെങ്കിൽ ഹാഫ്. സോ അങ്ങനെ വേണമെന്നേ ഉള്ളൂ. സോ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഒക്കെ വരുന്നോണ്ട് ഞാനിങ്ങനെ യൂട്യൂബ് ഒക്കെ നോക്കിയാണ് മൈൻക്രാഫ്റ്റ് കംപ്ലീറ്റ്ലി കണ്ടുപിടിക്കുന്നത്. ഓരോ റിസോഴ്സ് ഇതിപ്പോ പുതിയ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ സൾഫർ മോമൊക്കെ കാണാൻ കഴിഞ്ഞു. ഞാൻ ഇപ്പോഴാ കയറ്റുന്നൊന്നല്ല, ഇന്നലെ കയറ്റിയ ഗെയിമാണ്. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഹൈവ് എന്ന് പറയുന്ന സർവറിൽ കയറാൻ പറ്റത്തില്ല. അത് ഞാൻ അടുത്ത ഇതിൽ ഷോർട്സിൽ കാണിച്ചു തരാം. ഷോർട്സ് വീഡിയോയിൽ ഞാൻ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി അടിപൊളി റീൽസ് ഒക്കെ കൊണ്ടുവരും. ഇപ്പൊ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാത്ത, ഞാനത് കാണിക്കാം. ലാസ്റ്റ് അത് ഞാൻ ആ ഫോട്ടോ കാണിക്കത്തുള്ളൂ. ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്കിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ മോൺസ്റ്റേഴ്സ് പോയിട്ട് വേണം എനിക്ക് ചെയ്യാൻ. ആദ്യം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഏതെങ്കിലും സ്റ്റാർട്ടിൽ വെക്കാം. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഇവിടെ കിടക്കാ. മോൺസ്റ്റേഴ്സിന്റെ പോകത്തെ അയ്യോ ഗൈസ്, ഒരു മിനിറ്റ്. അല്ലെങ്കിൽ നേരം വെളുപ്പിച്ചോണ്ടിരിക്കുമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റത്തില്ല. പറയാം, ആ താഴെ കൊണ്ടുപോയി വെക്കാൻ ഇട്ട് ഇവിടെ വെച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് താഴെ ഫുള്ള് വീടിന്റെ പണിയൊന്നും തീർന്നിട്ടില്ല. എന്തായാലും താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. എന്നടാ ഉനക്ക് പ്രശ്നേ? ഓക്കെ, താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ മൂലയിൽ എവിടെയെങ്കിലും കിടക്കാന്ന് വെച്ചാ പന്നന്മാര് വരും. സോ നമുക്കിപ്പോ ഇവിടെ കിടക്കാം. എന്ത് ഇവിടെ മോൺസ്റ്റേഴ്സിന്റെ നോക്കേ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, മോർണിംഗ് ആയി. തുറന്ന് വിളിച്ച് എടുത്തോണ്ട് മോർണിംഗ് ആയിട്ടുണ്ട്. കയറി വരുന്നതിന് മുന്നേ ഞാൻ അയ്യോ, അപ്പൊ അവിടെ സെറ്റാക്കി വരണം. ഇവിടെ പകുതി പണി തന്നെ സെറ്റാക്കി വരുന്നത്. സോ നമുക്ക് എന്തായാലും ഞാൻ ഒന്ന് തട്ടിയിട്ട് ഒന്നും കൂടി വരാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് നല്ല പണി കിട്ടി തുടങ്ങി. ഞാൻ തട്ടിയിട്ട് വരാം. എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യേണ്ടി വരും. ഇത് ഫുൾ ലെങ്ത് ആക്കാൻ എനിക്ക് പറ്റത്തില്ല. സോ എന്തായാലും നമുക്ക് അങ്ങനെ നമ്മള് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ പണിയാൻ ബാക്കി കിടപ്പുണ്ട്. ഇതേണ്ട കണ്ടില്ലേ,
പണിയാൻ ബാക്കി കിടപ്പുണ്ട്. ഇപ്പൊ സ്പൈഡി മാമി വന്ന് നമ്മളെ തോണ്ടിയിട്ട് പിന്നെ ഇത് നമുക്ക് സെറ്റാക്കാനുണ്ട് ഇനിയും. സോ എന്തായാലും നമുക്കിപ്പോ കുറച്ച് സെറ്റാക്കാനുണ്ട്. ഏകദേശം നമുക്കിപ്പോ സെറ്റാക്കാനുള്ളതൊക്കെ സെറ്റാക്കാം. ഇത് നമ്മുടെ പുറത്തേക്കുള്ള എൻട്രൻസ് അവിടെയാണ്. ഇവിടെ മൊത്തം നമുക്ക് സെറ്റാക്കണം. സോ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അപരാധം വേണമെങ്കിൽ പറയാം. സോ ഗൈസ്, ഇതാണെങ്കിൽ പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. പണ്ടാരം അവിടെയൊക്കെ നിറച്ച് മോൺസ്റ്റേഴ്സ് ആണ്. ഇന്നെടുത്തിട്ട് പുറത്ത് പോയാൽ അടി കിട്ടും. പിന്നെ ഈ ക്ലാസ് എങ്ങനെയെങ്കിലും സെറ്റാക്കാൻ പറ്റാ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്ന രീതിയിലായി പോയി. സോ നമ്മള് ഇവിടെ വെച്ച് ഒരു കാര്യം പറയാൻ പറഞ്ഞേ, നമുക്കപ്പോൾ ടൂൾസ് ഒക്കെ സെറ്റ് ആക്കണ്ടേ. നമ്മളിങ്ങനെ സെറ്റ് ആക്കാണ്ടിരുന്ന ശരിയാവൂല. ലെവൽ 2 ആയി. നമുക്ക് പതുക്കെ പതുക്കെ ടൂൾസ് ഒക്കെ സെറ്റ് ആക്കണം. പിന്നെ ആർമർ സെറ്റ് ആക്കണം. അതിനു മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് ഇവിടെ വിശദീകരിക്കാനുണ്ട്. നമ്മളുടെ പുതിയ ചാനലായ ഈ ഒരു ചാനൽ, അതായത് ഫിനിക്സ് ഗെയിമിങ്. സോ അതിന് നമ്മളൊരു ഇൻസ്റ്റാഗ്രാമില് ഒരു ഫിനിക്സ് ഗെയിമിങ് പിന്നെ ഒന്ന്, അത് സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതിയേക്കുന്നത്. സോ അതാണ് ID എഴുതുന്നത്, യൂസർ നെയിം ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ മറക്കാതെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയമൊന്നും കിട്ടത്തില്ല. കാരണം നെറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നെറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ഒരു കാര്യവും എഡിറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടെ ടവറിന് എന്തോ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇവിടെ അല്ലെങ്കിലും ഇങ്ങനെയുള്ളതൊക്കെയാ സംഭവിക്കുന്നത്. സോ അതുകൊണ്ട് എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ്, സോ എക്സാക്ട്ലി നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് തോന്നുന്നു എല്ലാവർക്കും. പിന്നെ നമ്മളുടെ പുതിയ സെർവറിലോട്ട് കയറണമെങ്കിൽ എൻ്റെ ഫ്രണ്ടായ ആൽബിൻ ആന്റണി, അതായത് ഞാൻ അവനെ അങ്ങനെ വിളിക്കുന്നു. സോ അവൻ്റെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. കൂടാതെ എൻ്റെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. വെടിക്കെട്ട് ഡാമു എന്നാണ് സെർവറിൻ്റെ പേര്. സോ അത് ഇൻസ്റ്റാഗ്രാമിലെ ബയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറിയാൽ മതി. നമുക്കിപ്പോ നമ്മുടെ ഹണ്ടിങ്ങും പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് ചെയ്തിട്ട് വരാം. ഇതിപ്പോ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാല് നല്ല സമയം വരുമ്പോ ടവർ റെഡി ആവുമ്പോൾ ഞാൻ ബാക്കപ്പ് ആവും. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് സെറ്റ് ആക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വീഡിയോ ഉടനെ വരും. വന്നില്ലെങ്കിൽ എനിക്ക് ഫീവർ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോ ലൈവ് മാത്രമേ വരുന്നുള്ളൂ. സോ ഇന്നെന്തായാലും നമുക്ക് അതിൻ്റെയൊക്കെ കാര്യത്തിൽ തീരുമാനം എടുക്കാം. അതിന് മുന്നേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് നേരെ പരിപാടിയിലിട്ട് കിടക്കാം. അതിന് മുന്നേ ഞാൻ കുറച്ചും കൂടി ഇവിടുന്ന് കട്ട് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒലക്തിയ പരിപാടിയായി പോയി പറയാം. ഞാനെന്നാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ നോക്കിയും കണ്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാനെന്നാ ഇവിടെ വെച്ച് കട്ടിയിട്ട് ബാക്കി നമുക്ക് ഒന്നും കൂടി ഇതാക്കിയിട്ട് എടുക്കാം. ഓക്കെ, പുറത്ത് പോയിട്ട് വന്നു, പക്ഷെ ഒന്നും മൈൻഡ് ചെയ്യാനും കിട്ടിയില്ല. ടൂൾസ് ഉണ്ടാക്കാനുള്ള സമയവും കിട്ടിയിട്ടില്ല. നമ്മൾ എല്ലാവരും രാത്രി തന്നെ ഞാൻ അപ്പോഴത്തേക്ക് വേറൊരു അയ്യോ, ഞാൻ മേലോട്ട് പോകണ്ട. എങ്ങോട്ടാ പോകുന്നേ? ഇപ്പല്ല, പോട്ട്. ഇതാണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി കണ്ടാണ്. ഫുള്ള് നമ്മുടെ കൺട്രോളിലാണ്. അങ്ങനല്ലേ, ഈ ജനലിൽ കൂടെ നോക്കിയാൽ മതി. നമ്മളുടെ ബാൽക്കണി സെറ്റപ്പ് ഏതാ വൈബ്.
ഞാൻ പറഞ്ഞു എന്താ വെച്ചാല് ഇതിപ്പോ നമുക്ക് ഇത്രയും സെറ്റപ്പിൽ വരുത്താൻ കഴിഞ്ഞെങ്കിൽ നമ്മളുടെ വീട് തന്നെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, നമുക്കിപ്പോ കഥ എടുത്തിട്ട് കിടക്കാം. ബാക്കി നമുക്ക് പിന്നീട് പറയാം. എന്താന്ന് വെച്ചാല് ഇനിയിപ്പോ പറയാൻ വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പറയാം. അതിന് വേണ്ടി നമുക്ക് കിടക്കാം. സെറ്റ്. സോ ഗൈസ്, നമുക്കപ്പോ ടൂൾസ് ഒന്നും ആയിട്ടില്ല. നമ്മളിപ്പോ എത്ര സെറ്റാക്കി വീടൊക്കെ പണിയാൻ വേണ്ടി വെച്ചതാ. അലമാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ നോക്കാം. അതിന്റെ താഴത്തോട്ട് നോക്കിക്ക്. എന്താലേ, നമ്മള് ജയിലിൽ നിന്ന് നോക്കുന്ന ഫീല് കിട്ടത്തില്ല. പക്ഷെ ഏതായാലും ഇത് ഒരു പൊളിച്ചതാണ്. നമുക്ക് സുരക്ഷയൊക്കെ വേണമെന്നുള്ള നേരെ നേരെ നേരിട്ട് കത്തി തൊലച്ചിട്ട് വരാം. നമ്മള് കഥ ഇറങ്ങുന്ന അറിയില്ലല്ലോ. ഓക്കെ, ഇവിടെ കൂടി എവിടെ? ഓക്കെ ഓക്കെ, ഫസ്റ്റ് ടൈം നമ്മളുടെ വീട് പണിതപ്പോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഒന്നും സെറ്റപ്പ് ചെയ്യുന്നില്ലേ എന്നുള്ളത്. അത് സെറ്റ് അല്ല, സോറി മറന്നുപോയി കേട്ടോ. ഞാൻ അങ്ങനെ പറയാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് പോലും ഇല്ല. സോറി. ഓക്കെ, നമുക്കിപ്പോ പോണം. പക്ഷേ പുറത്തോട്ട് പോയാൽ ഇവന്മാരെ കണ്ണാക്കി കയറ്റി അടിച്ച്. അതിനു മുന്നേ നമുക്ക് തോന്നിച്ചോ ഇതിന്റെ അവിടെ നിന്ന് മാറി നിന്ന് പോവാം. അതേത് കാര്യമാണോടാ? ഇവിടെ നിന്ന് കുത്തി ട്രേഡർ മാമ നിന്നെ എന്തെങ്കിലും നോക്കട്ടെ. ഗായ്സ്, ഇവന്റെ ഒരു ബക്കറ്റ് പാല് കൊടുത്തു കഴിഞ്ഞാൽ 2 എമറാൾഡ് തരും. അതേപോലെ 4 ഇത് കൊടുത്തു കഴിഞ്ഞാൽ 1 എമറാൾഡ് തരും. 7 എമറാൾഡ് കൊടുത്തു കഴിഞ്ഞാൽ എൻജാൻഡോ അയൺ പിക്കാക്സ് അൺബ്രേക്കിംഗ് 1 more 4+ അറ്റാക്ക് ഡാമേജ്. 1 എമറാൾഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൊട്ട സാമാനം തരും. എന്ത് കിണ്ടി ട്രേഡറിന് കിണ്ടി 5 വണ്ടി. ഇതൊക്കെ നമുക്ക് അറിയണ്ട. ഈ ആണോ ബ്ലൂ ഡേ? സ്പൂസിന് വരുമ്പോ ഇവൻ തരുവോ? ശരി എന്നാ. അപ്പൊ നമുക്ക് മരം വെട്ടണം. പക്ഷേ ഇവന്റെ കൂടെ സ്നീപ്പല്ല. ആട്ടിൻകുട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ഫുഡിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യണ്ടേ? വാ, ഇവനെ വെച്ചേക്കാം. വേറെ വഴിയില്ല. ഇതിലെ നടന്നു കഴിഞ്ഞാൽ കുഞ്ഞുമോനെ നിന്നെ അവിടെ നില്ലേ. ഞാൻ ഇനി പറയത്തില്ല. എന്റെ കാര്യത്തില് തീരുമാനം കാണാം. ആരും എന്നെ അറ്റാക്ക് ചെയ്യരുത്. നമുക്ക് മരം എന്തായാലും അത്യാവശ്യമാണ്. സോ മരം ആദ്യം എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ചാനൽ കാണാത്ത എന്റെ സുഹൃത്തുക്കളെ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്ത് തൊലയാൻ വേണ്ടിട്ട്. ഫസ്റ്റ് ടൈം ഞാൻ ഈ ഒരു തൊലയിലായി പോയാൽ തൊലയാൻ എനിക്ക് വയ്യ. എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നമുക്കിപ്പോ ഇത്രയും മരം കിട്ടിയില്ലേ? പെട്ടെന്നെടുക്ക. അടുത്തത് എനിക്ക് ചെത്താനുള്ളതാ. നമുക്ക് അടുത്ത ആടിനെ പിടിക്കണം. അടുത്ത ആടിനെ പിടിച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കണം. അതിനു മുന്നേ മരം ഒക്കെ സെറ്റാക്കി ടൂൾസ് ഒക്കെ സെറ്റാക്കണ്ടേ? എന്നാലല്ലേ വല്ലവന്റെ ഒക്കെ അടിയും കൊണ്ട് ചാവാണ്ട് രക്ഷപ്പെടാൻ പറ്റും. ടൂൾ സെറ്റാക്കിയാൽ വന്ന് നിന്റെ അങ്ങാട്ടിൽ അടിച്ചു കയറ്റി തരും. ടൂൾ സെറ്റാക്കിയാൽ ഞാനും വന്ന് നിന്റെ അണ്ണാക്കിൽ അടിച്ചു കയറ്റി തരും.
കഴിവ് കെട്ടവനൊന്നും കരുതരുത് ഗൈസ്. ഓൾറെഡി നമ്മളിപ്പോ ഇത്ര മഴ മതിയെന്ന് തോന്നുന്നു. ഞാൻ ഇത് ഒരെണ്ണം കൂടി എടുത്തേക്കട്ടെ. ഒരെണ്ണം കൂടി ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് തോന്നുന്നു. കള്ളവാതിരി വരുന്നുണ്ട്. ദേ ഇവിടെ പന്നിക്കുട്ടൻ ഉണ്ടായിരുന്ന. നിന്നെ ഞാനിന്ന് വക വരുത്തിട്ടേ ബാക്കി കാര്യത്തിലോട്ട് കിടക്കും. പന്നി എടാ, ഇതിൽ ഞാനാണോ പന്നനെന്ന് നോക്കാതെ. എടാ മനയൊന്ന് നിൽക്കുന്നത്. എന്റെ പേര് ആൽഫിൻ. കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ കേട്ടുതരാം. അവിടെ നിന്നോ. എന്റെ പേര് ആൽഫിൻ. കിട്ടി. അമ്മിണിപ്പശു. വാവ്, അമ്മിണിപ്പശുവേ. നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കി ഇതിന്റെ പാല്. ദൈവം ഓടുന്ന ഓട്ടം കണ്ടോ? അവനെയൊക്കെ ഞാൻ എന്തോ കൊണ്ടുപോകണമെന്ന വിചാരം. എനിക്കറിഞ്ഞൂടാ. അമ്മിണിപ്പശു. അമ്മിണിക്കുട്ടി ഓടരുത്. ഓടിയാൽ അടുത്ത് നിന്നെ ഞാൻ തന്നെ ഇല്ലാണ്ടാക്കും. കിട്ടി. അമ്മിണിപ്പശുവിന്റെ ഇറച്ചി കിട്ടി. അതുപോലെ 2 കിട്ടിയുള്ളൂ. ഇവിടെ ഒരു കിടിലും മരം. എന്നാ ശരി എന്നാ ഞാനിതും കൂടി ഇട്ടേക്കാം. അറിയാണ്ട് ബ്ലോക്ക് പിക്കിലേക്ക് വെച്ചൊക്കെയാണേ. എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി ടൂൾസ് ഉണ്ടാക്കി തുലച്ചിട്ട് വരാം. അടുത്ത ഏത് നാറിയാണോ ഇടുന്നെന്ന് ആർക്കറിയാം. ഇപ്പൊ കേറിയ ഇപ്പൊ രക്ഷപ്പെടാം. പെട്ടെന്ന് തുറക്കും കഥകെ. അകത്തോട്ട് കെട്ടിയെടുത്താൽ ഇനി ബാക്കി എടുക്കൽ കിടക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് മേലിലോട്ട് പോയിട്ട് നമ്മുടെ ക്രാഫ്റ്റിംഗ് ലെവൽ നന്നാക്കി കയറി കൊടുത്ത് പണിയാൻ തുടങ്ങാം. ഓക്കെ, നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ഓക്കെ, 92 ഇതുണ്ട്. അപ്പൊ എനിക്ക് എന്ത് വേണേലും ഉണ്ടാക്കാം. സ്ലാബ് ഉണ്ടാക്കാം, പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കാം. എനിക്കിപ്പോ സ്റ്റിക്കാണ് ഉണ്ടാക്കേണ്ടത്. സ്റ്റിക്ക് മതി മോനെ. ഒരു വാൾ അത്യാവശ്യം, ഒരു ആക്സ് അത്യാവശ്യം, ഒരു പിക്കാക്സ് അത്യാവശ്യം, ഒരു സ്പിയർ അത്യാവശ്യം, ഒരു ഷവൽ അത്യാവശ്യം, ഒരു ഹോ അത്യാവശ്യം. പിക്കാക്സ് ഒന്നില്ലേ? ഓക്കെ, ഒരു ഹോയും അത്യാവശ്യം. നമുക്ക് ഇത്ര സാധനം അത്യാവശ്യം. ഓക്കെ, ആർമറൊക്കെ നമുക്ക് സെറ്റാക്കാം. ലെതർ വേണം അതിന്. എൻ്റെ ഒരു സിംഗിൾ ലെയർ വെച്ച് ഞാൻ എന്നെ ഉണ്ടാക്കാനാ? അല്ല, ഓർഡർ ഉണ്ടാക്കിയാലോ? ഫെൻസ് ഉണ്ടാക്കാം. അതിപ്പോ ആവശ്യമില്ല. നമുക്കിപ്പോ ബാക്കി വുഡ് സ്റ്റോർ ചെയ്ത് നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാലോ. 1 2 3 4 5 6 7 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പെയിന്റിങ്, ഒരു ലെതർ, പിന്നെ ഒരു വൂഡ് കിട്ടി. അതൊരെണ്ണം ഉണ്ടാക്കിയ മേടിക്കട്ടെ. ആ സാധനം വേണോ ഇത് ഉണ്ടാക്കാൻ? ഫർണസ് ഉണ്ടാക്കാൻ കല്ല് വേണം. അപ്പൊ നമുക്ക് സ്റ്റിക്ക് 35 സ്റ്റിക്ക് അത് ഇവിടെ വെക്കാം. ലെവൽ ഇവിടെ, പിക്കാക്സ് ഇവിടെ, ഹോ ഇവിടെ, സോഡ് ഇവിടെ, സ്പിയർ ഇവിടെ, ഒരു വുഡ് ഇവിടെ. ഇപ്പൊ നമുക്ക് ചെസ്റ്റ് വേണം അവിടെ പ്ലേസ് ചെയ്യാം കേട്ടോ. എന്തായാലും അത്യാവശ്യം വലിയ ചെസ്റ്റ് എങ്കിലും വേണം.
അപ്പുറത്ത് ഒരെണ്ണം ഇരിക്കട്ടെ, ഒരു തോലന്നെ വരുന്നത്. ഇവിടെ ഒരു വലിയ ചെസ്റ്റ് ഇരിക്കട്ടെ. അപ്പൊ ഒരു സിംഗിൾ ചെസ്റ്റ് താഴെ മാത്രം മതി. താഴെ മാത്രം നമുക്ക് സിംഗിൾ ചെസ്റ്റ് ഉണ്ടാക്കാവേ. കാരണം എന്ന് വെച്ചാല് വേറെ പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാ കരമാടം വന്നു കഴിഞ്ഞാൽ തൊലച്ചില്ലേ, ഇത് പ്ലേസ് ആവത്തെ. ഓക്കെ, ഇതും തുറന്നു നോക്കാം. ഫുഡൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. ഫുഡൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇവിടെ വെക്കാം. പിന്നെ ഇത് ടൂൾ കിറ്റ് അല്ലേ, എനിക്ക് ആ സാധനം ഉണ്ടോന്ന്. സാധനം നമുക്ക് ഇവിടെ എവിടെയായിട്ട് പ്ലേസ് ചെയ്യും? ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെ ഇപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം പോയാണ്. സോ അതുകൊണ്ട് പോയ അവിടെ ഇരുന്നുണ്ട്. ഒരെണ്ണം കൂടി ഉണ്ടാക്കണം ഇത് വല്ല സാധനം. നമുക്കിപ്പോ എത്ര സാധനമായില്ലേ, അത്ര മതിയെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ ഈ എപ്പിസോഡ് നിർത്തണമെന്നുണ്ടാ. അല്ല, ഫുഡ് ഞാൻ വെച്ചിട്ട് വരട്ടെ, ഇല്ലെങ്കിൽ തരാണ്ട് വരും എന്നുള്ള മനസ്സുകൊണ്ട് അവിടെ മട്ടൻ ഇതല്ലേ. നമുക്ക് ഇവിടെ ടൂൾസ് വെക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് എന്താ പറയാ, ഇപ്പൊ മറ്റേ ഇത് വെക്കാം. അതിന്റെ പേര് മറന്നില്ല. ഇവിടെ നമുക്ക് നമ്മുടെ റിസോഴ്സ് ഒക്കെ വെക്കാം. വേസ്റ്റ് അല്ല, റിസോഴ്സസ് ഒക്കെ. എന്നിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ. ഓക്കെ, ഇവിടെ നമുക്ക് വേസ്റ്റ് വെക്കണ്ട. ഇവിടെ നമുക്ക് ആർമറും കാര്യങ്ങളും വെക്കാനുള്ള. ഇവിടെ നമുക്ക് ഇപ്പൊ റിസോഴ്സ് വെക്കാനുള്ള. അപ്പൊ ഈ ചെത്ത് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത പൊട്ട സാമാനങ്ങൾ ഇതിനകത്ത് കുത്തിക്കയറ്റാം. ഒന്ന് എവിടെ, അതവിടെ ഇല്ല, അതവിടെ ഇല്ല, ഇതിവിടെ നമുക്കിപ്പോ ഇത്ര സാധനങ്ങളായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാ നമുക്ക് കിടക്കാമല്ലേ? ബാക്കി നാളെ രാവിലെ, രാവിലെ പകൽ സമയത്ത് പറയാം. എന്താന്ന് വെച്ചാല് ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവൂല ഗായ്സ്. സോ അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മളിപ്പോ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക. കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, നമ്മളുടെ ഈ എപ്പിസോഡ് എന്താന്ന് വെച്ചാല് മെയിനായിട്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഫസ്റ്റ് സീസൺ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ ലൈവിന്റെ ഇടയ്ക്ക് ക്രിയേറ്റീവ് മോഡ് ആയിപ്പോയതാ. അത് നിങ്ങൾ കാണുന്നത് ക്രിയേറ്റീവ് മോഡിലുള്ളത് സീസൺ 1 ലെസ് പ്ലേയില്. ഓക്കെ, ആ ഒരു സീരീസില് നമ്മൾ സർവൈവ് സീരീസില് നമ്മള് ലൈവ് ആയിരുന്നു, കിക്കില് ലൈവ് ആയിരുന്നു. അപ്പൊ നമ്മൾ അതിൽ റെക്കോർഡിങ് ഇടയ്ക്ക് കൊണ്ടുവന്നു. ഒരു പകുതി സാധനം നമ്മൾ കട്ട് ചെയ്തെടുത്ത് നമ്മള് എന്താ പറയാ ഇതിൽ അപ്ലോഡ് ചെയ്തു. എന്താന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ആവുന്ന ഭാഗം വരെ ഞാൻ കണ്ടില്ലായിരുന്നു. പക്ഷെ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ അത് എന്തായാലും റെക്കോർഡ് ആയിട്ടുണ്ട് എന്നല്ല, അത് എഡിറ്റ് ആയിട്ടുണ്ട്, അത് ഇതിൽ വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് എപ്പിസോഡ് എൻ്റെ ബൈ മിസ്റ്റേക്ക് ആണ്. സോ അവർ മിസ്റ്റേക്ക് ആണ്. സോ എക്സാക്ട്ലി പറഞ്ഞു തന്നാല് സെക്കൻഡ് എപ്പിസോഡ് ഇതേ കുറച്ച് ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് സീസൺ ഇവിടെ കഴിഞ്ഞ തവണ തീർന്നു. സോ ആ വേൾഡ് പോയോണ്ട് ഞാൻ ഇപ്പൊ ഇത് പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് സർവൈവ് ചെയ്യാന്ന് വിചാരിച്ചു. സോ ഏകദേശം നമ്മൾ കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ നമ്മളുടെ പുതിയ ഡിസ്കോഡ് ചാനലായിട്ട് ഡിസ്കോഡ് സെർവർ വെടിക്കെട്ട് ദാമുണ്ട്. പിന്നെ നമ്മുടെ കംബാക്ക് 11 ഉണ്ട്. സോ അതിലും ജോയിൻ ചെയ്യുക. പിന്നെ നമ്മളുടെ എല്ലാവരും ഇൻസ്റ്റാഗ്രാം കാണുന്നവരുണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും വേണേ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോളോ ചെയ്തിട്ട് എൻ്റെ കൂടെ മെസ്സേജിങ്ങിന് വരാം. ഞാൻ അവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. സോ ചിലപ്പോൾ എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടിൽ നിന്നായിരിക്കും ഞാൻ ചിലപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രൈവറ്റ് അക്കൗണ്ട് ഫോളോ ചെയ്യേണ്ടി വരും. അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബയോയിൽ. സോ അത് ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ സെക്കൻഡ് ചാനൽ, അതായത് ഞാൻ വേറൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബിലും ഉണ്ട്, ഇൻസ്റ്റയിലും ഉണ്ട്. ആദ്യം ഇൻസ്റ്റയിലാണ് തുടങ്ങിയത്. സോ അതുകൊണ്ട് യൂട്യൂബിൽ ഇപ്പം തുടങ്ങില്ല.
ഇപ്പം ഇടൂല വീഡിയോസ് ഒന്നും. സോ ഇൻസ്റ്റയിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുള്ളൂ. സോ എക്സാക്ട്ലി പറഞ്ഞു വന്നാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും, നമ്മൾ ഷോർട്സ് വീഡിയോ ആയിരിക്കും അതിൽ അപ്ലോഡ് ചെയ്യുന്നു, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, ആ അക്കൗണ്ടിൻ്റെ പേരും ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. അത് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി, അതിൻ്റെ ചെറിയ മിസ്റ്റേക്കാണ്. സോ നെറ്റ്വർക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ആ ഒരു ഇത് ഞാൻ നോക്കുന്നതായിരിക്കും. അപ്പൊ പിന്നെ വേറെ കാര്യം കൂടി പറയാനുണ്ട്. ഇത് സീസൺ 2 ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് കാണണം. ഇത് സെക്കൻഡ് സീസൺ ആണ്. അതില് ഫസ്റ്റ് എപ്പിസോഡ് നമ്മള് കഴിഞ്ഞ തവണ 2 എപ്പിസോഡ് ചെയ്തായിരുന്നു. കഴിഞ്ഞ തവണ സീസൺ 1 കഴിഞ്ഞ സീസൺ നമ്മള് 2 എപ്പിസോഡ് ചെയ്തു. അതിൽ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ എൻഡിങ്ങിൽ കൊണ്ടുവന്നിട്ട് വെച്ചേക്കുക. സോ അതുകൊണ്ട് അത് ആരും കാണരുത്. ഇനി നിങ്ങളിപ്പോൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ സീസൺ 2 ആണ്. ഇപ്പം ഞാൻ രണ്ടാമത്തെ സീസൺ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇല്ലെന്ന് തോന്നുന്നല്ലേ, ടെലിഗ്രാം ഇനി ഇല്ല. സോ ഞാൻ വേറെ കാര്യം അത് ഞാൻ സെക്കൻഡ് പാർട്ടിൽ പറയാം. അപ്പം നമുക്ക് ഈ സെക്കൻഡ് എപ്പിസോഡിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ തിരക്കുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ചെയ്യുക, സമയം എൻ്റെ തൊട്ടപ്പുറൽ ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്ക് ടക്ക് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാനെന്നാ പോവുകയാണ്. അപ്പോൾ ബൈ.